ഇന്ന് പണം മാത്രം മതി എന്നുള്ള ഒരു വിഭാഗം ആൾക്കാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ടാവും. അവർക്ക് പണം. ഞാൻ ഈയിടയ്ക്ക്, അത് ആണിലും പെണ്ണിലും ഉണ്ട് കേട്ടോ, ഞാൻ ഒരു ഭാഗത്ത് മാത്രം പറയുന്നതല്ല. ഞാൻ ഈയിടയ്ക്ക് പരിചയപ്പെട്ട നല്ല വയസ്സുള്ള, അതൊരു 85 വയസ്സ് വരും ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ ഒരു പേരിടാം, ഉപേന്ദ്രവർമ്മ. പേരതല്ല കേട്ടോ, 85 വയസ്സാണ് ഉപേന്ദ്രവർമ്മ. അദ്ദേഹത്തിൻ്റെ കഥകൾ, ജീവിതത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു കാലത്ത് വലിയ പണക്കാരനായിരുന്നു. ധാരാളം പണമുള്ള ഫ്ലാറ്റും വില്ലകളും ഒരുപാട് വീടുകളും ബിസിനസ് എല്ലാം ഉള്ള പണക്കാരനായിരുന്നു അദ്ദേഹം, ഈ ഉപേന്ദ്രവർമ്മ. മക്കള് 2 ആണും 3 പെണ്ണുമാണ്, 5 മക്കളാണ്. പണമുള്ളതുപോലെ അതിലും മക്കളുണ്ട്, അതിലും അയാൾ ഒരു നോക്കിയില്ല, 5 മക്കൾ. മക്കളൊക്കെ വളർന്ന് വലുതായി. ആദ്യമേ ഭാര്യ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വാശിക്കാരിയാണ്. അദ്ദേഹം ബിസിനസ്, അതുകൊണ്ട് ആ വാശി കാണിക്കുമെങ്കിലും അദ്ദേഹം അത് മൈൻഡ് ചെയ്യാറില്ല. ചിലപ്പോൾ ആ വാശിയാകാം മക്കൾ 5 ആയത്, അതുകൊണ്ട് താല്പര്യമാകാം സർവൈ. മക്കളൊക്കെ വലുതായി. ഒരു ദിവസം അയാൾ തൻ്റെ ബിസിനസ്സൊക്കെ മതിയാക്കണം, ഇനി അതിനോട് താല്പര്യമില്ല, ശാരീരിക സുഖമില്ല എന്ന് തീരുമാനിച്ച് വന്നപ്പോൾ മക്കളിൽ ആരെ ഏൽപ്പിക്കണം, എന്തൊക്കെ ഏൽപ്പിക്കണം എന്ന് അവിടെ ചർച്ചാ വിഷയം വന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞ ഒന്നേ ഉള്ളൂ, എല്ലാം ഭാര്യ ഏൽപ്പിക്കണം, ബിസിനസ് മൊത്തം ഭാര്യ ഏൽപ്പിക്കണം, ഭാര്യ നോക്കിക്കോളാം, മക്കൾക്ക് കൊടുത്തോളാം. അധികം മക്കളെല്ലാം വിളിച്ചു, അഭിപ്രായം ചോദിച്ചു. മക്കളെല്ലാം ഏകകണ്ഠ അഭിപ്രായം, അച്ഛൻ നമുക്ക് തരണ്ട, അമ്മയ്ക്ക് കൊടുത്താൽ മതിയെന്ന്. അദ്ദേഹം തൻ്റെ ഓരോ സ്ഥാപനങ്ങളും ഭാര്യയുടെ പേരിൽ മാറ്റുകയാണ്. അവസാനം ബാങ്കിൽ കിടന്ന കുറച്ച് വലിയൊരു കേസുണ്ട്, ഒരു വലിയ കേസ്. ഒരു കേസും ഒരു വീടും അദ്ദേഹം ബാക്കിയിട്ടു. അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. അത് ഇനിയും കാലം കിടക്കുകയില്ല. അന്ന് അദ്ദേഹത്തിന് വയസ്സ് 70 വയസ്സാണ്, 68 വയസ്സാണ് ഇതൊക്കെ കൊടുത്തപ്പോൾ. അപ്പോൾ 20 വർഷം മുമ്പാണ്. അദ്ദേഹം ഒരു ബാങ്ക് ബാലൻസ്, ഒരു വലിയ തുകയും ഒരു വീടും അയാളെ ബദലിട്ടു. അതിനായി അടുത്ത വഴക്ക്. ഭാര്യയും മക്കളും ഒറ്റക്കെട്ടായി, അതും കൂടി വേണമെന്നായി. നമ്മൾ ഇറക്കി വിടത്തില്ല, ഇനി നിങ്ങളെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അങ്ങനെ വിഷമിച്ച് തരാതിരിക്കേണ്ട, കാരണം നിങ്ങളും പെട്ട് സംഭവിച്ചു പോയാൽ ഇതിനു വേണ്ടി മക്കൾ തമ്മിൽ അടികൂടരുത് എന്നൊക്കെ പറഞ്ഞ് അവർ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം കണ്ണിങ്ങ ഒഴിഞ്ഞു മാറിയ ഭാര്യ മക്കൾ സ്വഭാവം മാറി. അവർ വേണമെന്ന് നിർബന്ധം പിടിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, എടുത്തനെ വരുത്തി അതിൻ്റെ ബാങ്ക് ബാലൻസും ആ വീടും